എന്താണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്? നിങ്ങളുടെ പോളിസികളെല്ലാം മിക്ക പോളിസികളും കാണാം ഈ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് കമ്പനികളുടെ പോളിസികളാണ് ഏറ്റവും കൂടുതൽ ഈ ഡേ കെയർ കണ്ടത്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ. അത് ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 24 മണിക്കൂർ മിനിമം അഡ്മിറ്റായി മാത്രം കൊടുക്കുന്ന ക്ലെയിമുകൾക്കാണ് ഈ ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ചില അസുഖങ്ങൾക്ക് നമുക്ക് ഒരു ദിവസം നമുക്ക് അവിടെ 24 hours അഡ്മിഷൻ വേണ്ടാത്ത അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് കാറ്ററാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ. അതൊക്കെ വെരിക്കോസ് വെയിൻ ഇപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. രാവിലെ എന്നാൽ ഒരു ഉച്ചയാകുമ്പോൾ തിരിച്ചു വരാം. കാറ്ററാക്ട് ഇതുപോലെ തന്നെ രാവിലെ നമുക്ക് ഉച്ചയാകുമ്പോൾ അത് കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡ്യൂ ടു അഡ്വാൻസ് ടെക്നോളജി ട്രീറ്റ്മെൻറ്റ്സ്, അപ്പോൾ അഡ്വാൻസ് ടെക്നോളജി കാരണം ഒരു വ്യക്തിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാതെ ചെയ്യേണ്ട ചില സർജറികളോ മൈനർ സർജറികളോ ഇതൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ ഒരു അരിമ്പാറ കരിച്ച് അല്ലെങ്കിൽ പാലുണ്ണി കരിച്ച് കളയുക, ഇതിനൊന്നും അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ല. ഒരു 542 അസുഖങ്ങൾക്ക് നമ്മൾ അഡ്മിറ്റ് ആവേണ്ട. 542 അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് എന്നോട് ചോദിക്കരുത്, വളരെ ബുദ്ധിമുട്ടാണ് മുഴുവൻ പറയാനായിട്ട്. എന്നാൽ 542 അസുഖങ്ങൾക്ക് നമ്മൾ അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ അഡ്വാൻസ് ടെക്നോളജി മുഖാന്തരം നമുക്ക് അഡ്മിറ്റ് ആവേണ്ടാത്ത അസുഖങ്ങളെയാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് രാവിലെ പോയാൽ ഉച്ചയാകുമ്പോൾ തിരിച്ച് 24 hours അഡ്മിഷൻ വേണ്ടാത്ത അസുഖങ്ങൾക്കാണ് ഈ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്.